ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് വീട്ടിലുള്ള ചീരൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി തോരന് അല്ലെങ്കിൽ ഉപ്പേരി തയ്യാറാക്കണം. അപ്പോൾ ചീരൊക്കെ പറിക്കാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴേ മിന്നുണ്ട് കേട്ടോ, മുമ്പ് തന്നെ നിൽക്കുന്നു. അപ്പോൾ അവളുടെ പുറകിലായിട്ട് നല്ല തഴച്ച് വളർന്നിട്ടുള്ള നമ്മുടെ വഴുതനമരൊന്ന് കണ്ടേ. അപ്പോൾ ഫസ്റ്റ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടോ, അപ്പോൾ ഞങ്ങൾ ആ വഴുതന കൊണ്ടൊക്കെ നല്ല ഉപ്പേരിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 3 വീട്ടുകാർക്കും കൂടെ ഉണ്ടാക്കാനുള്ള വഴുതന ഇവിടുന്ന് വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മരത്തിൽ അന്നും ഇതുപോലെ 3 വഴുതന ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഇതിൽ വീണ്ടും 3 കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിറയെ പൂക്കളൊക്കെ മുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീര നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നപ്പോഴേ അവിടെ നമ്മുടെ താമര വഴുതന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല ബിഗ് സൈസായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പറിക്കുന്നില്ല, വിത്തിന് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിത്തിന് വെച്ച മറ്റൊരു മരത്തിൽ ഇതുപോലെ വീണ്ടും 2 കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മരം ചീത്തയായി പോകുന്നട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിലും കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീരത 3ാമത്തെ വിളവെടുപ്പാട്ടത്. അതുകൊണ്ട് തന്നെ തണ്ടൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ കൈക്കൊണ്ടൊന്നും നുള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയിലൊക്കെ ഓരോ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂക്കളിലുള്ള വിത്തുകളൊക്കെ നമുക്ക് ഇതിലോട്ട് പാകി കൊടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ടാട്ടോ ഞാനിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ചീര ഓരോന്നായിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് കിണറിൻ്റെ മതിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചെറിയ ചീര തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് പച്ചച്ചീരയാണ്. അപ്പോൾ വീട്ടിലുള്ള ചീരേൻ്റെ അതിന് വിത്തൊക്കെ പാകി കൊടുത്തതാണ്. അപ്പോൾ വഴുതനൊന്നും കൂടെ കാണിക്കാതെ വെച്ചിട്ട് അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോഴേ അപ്പം ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചീര നമുക്കൊരു വട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കിണറിൻ്റെ മതിലിൽ വെച്ചിട്ടാട്ടോ ഈ സർക്കസൊക്കെ. ഇതൊക്കെ കുറേ മുമ്പ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ്. അപ്പോൾ ഈ വാലൊക്കെ കുറച്ചൊക്കെ ഒന്ന് പഴകിയത് കാരണം ഒന്ന് ഒരുമിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കിണറ്റിലോട്ടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അമ്മിത്തറയിലോട്ട് പോകാം. അപ്പോൾ അതാ വട്ടിക നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കത്തി കൂടെ അതിലോട്ട് വെച്ചിട്ട് നമുക്ക് നേരെ പോകാം. അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് അമ്മിത്തറയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണിത്. ഇനി കിച്ചണിലോട്ട് പോയിട്ട് ഇതിൻ്റെ തണ്ട് വേറെ ഇല വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ തണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. അതാ ഇത്രയുണ്ട് കേട്ടോ നമുക്ക് കട്ട് ചെയ്തപ്പോൾ. ഉച്ചയ്ക്കൊന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം ഇതിൽ വല്ല പ്രാണികളോ അതുപോലെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇളകി പോരാൻ നന്ന്. അപ്പോൾ പൈപ്പിൽ നിന്ന് കുറേശ്ശെ വെള്ളം വരുന്നുള്ളൂ കേട്ടോ. വെള്ളമൊക്കെ കുറവാണ്. പിന്നെ നൈറ്റിലായിരിക്കും വെള്ളം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടറൊന്നും ഇട്ടിട്ടില്ല. പൈപ്പ് വെള്ളം എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ വെള്ളമൊക്കെ സ്ലോവിൽ ആക്കി വെച്ചതല്ല, ഇത്രയും വെള്ളം ഇതിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ തണ്ടൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ വിത്തൊക്കെ ഒന്ന് കവറിൽ ഒന്ന് പാകി കൊടുത്തിട്ട് വരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ നിങ്ങൾ വിത്തൊക്കെ പാകിയിട്ട് ചീരൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പറിച്ചെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയൊക്കെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ഫയർ നല്ലതായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കല്ലിൽ കുറച്ച് പച്ചക്കാന്താരി പഴുത്തതുണ്ടായിരുന്നു. അതൊന്ന് കുത്തിയെടുത്തിട്ട് അതിലോട്ട് 2-3 ടീസ്പൂണ് തേങ്ങ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതക്കിയെടുക്കട്ടെ കേട്ടോ. നിങ്ങൾ വിചാരിക്കുക ഞാൻ ഈ അടുപ്പിന് ചുറ്റുഭാഗം വെച്ചിട്ടുള്ളതെന്ന്. ഓടിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായപ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഓട് വെച്ചെടുത്ത് മറ്റൊന്നും കൊണ്ടല്ല, സൈഡിലൂടെ ഒക്കെ തീ ഇങ്ങോട്ട് 4 ഭാഗത്തൂടെ വരുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ചട്ടിയിലോട്ടൊക്കെ തീ പടർന്ന് വരും. ഇങ്ങനത്തെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ചീരൊക്കെ ഒന്ന് കഴുകി അതിലോട്ട് ഇട്ടെടുക്കുമ്പോൾ കാണാൻ ബാക്കി. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് നന്നായി ഒതുക്കിയതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോഴാട്ടോ ഞാൻ ഓർത്തത് കടുകില്ലാതെ. അപ്പോൾ ഞാൻ കുറച്ച് ചീരുള്ളി അരിഞ്ഞ് വെച്ചിട്ടിരുന്നു, ചെറിയ ഉള്ളി കേട്ടോ. അപ്പോൾ അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും ഞാൻ ചീര ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, തീ നന്നായിട്ട് കത്തൽ തുടങ്ങി. ഇനിയിപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആക്കണം കേട്ടോ.
അപ്പോൾ ഇതിട്ട് കൊടുക്കുന്ന സമയത്തെല്ലാം തീ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉയർത്തിയിട്ട് കൊടുക്കുന്നത് താത്തി പതുക്കെ സാവധാനം ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് തീ ആ എണ്ണയിലോട്ട് വന്നിട്ട് പുകയുടെ ടേസ്റ്റ് ആയിരിക്കും, പിന്നെ ഇവിടെ ആകെ ഫയറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ പതുക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. തീയൊക്കെ എൻ്റെ കയ്യിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ വിറകൊക്കെ നന്നായിട്ട് ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് കത്തും. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള നമുക്ക് ഒതുക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയാണ്. അതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങ മുഴുവനായിട്ടും കൈ കൊണ്ട് വടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കി അടച്ച് വെക്കാതെ തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏലക്ക കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തുറന്നിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് പോവാതിരിക്കുക, അതിലെന്തെങ്കിലും കൊഴിഞ്ഞ് വീഴുന്നുള്ള ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത് തന്നെ നിന്നിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയി പോവാതിരിക്കാൻ, അത് കുഴഞ്ഞ് കിട്ടണമല്ലോ. ഇത് മാത്രം മതി കേട്ടോ എനിക്കൊക്കെ ചോറുള്ളാൻ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല എരിവൊക്കെ ഉള്ളൊരു ഉപ്പേരി ഉണ്ടായാൽ മതി. അപ്പോൾ അത് നമ്മുടെ ചീര ഉപ്പേരി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ ഒരു കളറൊക്കെ നോക്കുക, ഈ ചീരയുടെ ഒരു പിങ്ക് കളറ് തേങ്ങയിലോട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.